അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ അഹ്കാമുത്ത് തജ്വീദിലെ 13ാമത്തെ പാഠം അദ്ദർസു സാലിസ് അശറ തർഖീഖുൽ ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിനു മുമ്പ് ഫത്ഹയോ ലമ്മയോ വന്നാൽ ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തഫ്ഖീം ചെയ്ത് ഓതണം എന്ന് നാം പഠിച്ചു. എന്നാൽ കസ്റ വന്നാൽ ലാമിനെ തർഖീഖ് ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. ഫത്ഹയ്ക്കു ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ലമ്മയുടെ ശേഷം യതൂബുല്ലാഹു അലൈഹിം, കസ്റയുടെ ശേഷം ഫീ കിതാബില്ലാഹി. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാലിസ് അശറ തർഖീഖുൽ ലാം. നുജീബ്, ഉത്തരം എഴുതുക. 1. ജലാലത്തുൽ ഇസ്മിലെ ലാമിനെ തർഖീഖാക്കേണ്ടത് എപ്പോൾ? ജലാലത്തിൻ്റെ ഇസ്മിനു മുമ്പ് കസ്റ വന്നാൽ. 2. താഴെയുള്ള ആയത്തുകളിൽ നിന്ന് ജലാലത്തിൻ്റെ ഇസ്മിനെ തർഖീഖാക്കിയതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. 3. إن عدة الشهور عند الله 12 شهرا في كتاب الله لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. കള്ളിയിൽ കാണാം ഫീ ദീനില്ലാഹി കഹുബില്ലാഹി ഫി കിതാബില്ലാഹി ഫി റസൂലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.